ഇതാണ് പണക്കാരനായ CC സക്രിയയുടെ വീട് കാണുന്നത്. പണ്ടത്തെ വീട് തന്നെയാണ്, ഇപ്പോഴും ആ വീട് തന്നെയാണ് ഇരിക്കുന്നത്. ചിറയിലെ വീട്, ചിറയിലെ ബിജു സക്രിയയുടെ വീട്. ഇത് ഇവർ പറയുന്ന ആശാരിമാർ പറയുന്നത്, അതായത് ആശാരി വേശി പറയുന്നത്, പ്രസന്ന എന്ന് പറയുന്ന വേശി പറയുന്നത്, ഇവിടെ കയറി ആധിപത്യം സ്ഥാപിച്ചേക്കുക, വ്യഭിചാരം വളർത്തുക, മറ്റേ വളർത്തുക. SI രമേശൻ തൊട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി ഈ കേസ് എന്തുവാന്നുള്ളത്. അവളുടെ വ്യഭിചാരം മറയ്ക്കാൻ വേണ്ടി അവരവിടെ വലിയ ഈ ശാല നടത്തിക്കൊണ്ട്, വ്യഭിചാരശാല നടത്തിക്കൊണ്ട്, വിശ്വകർമാക്കളെ ഒരു 4-5 എണ്ണത്തിനെ കൂട്ടിക്കൊണ്ട് ഒരു വ്യഭിചാരം നടത്തിക്കൊണ്ട് അങ്ങ് വലിയ സെറ്റപ്പാക്കിയതാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ആശാരി മധു, പിന്നെ മാലപറിക്കക്കാരൻ കള്ളൻ, ഇങ്ങനെ അവരെല്ലാം വലിയ സെറ്റപ്പായിട്ട് അങ്ങ് മാറിയതാണ്. റേഷൻ കടയിലോട്ടും എല്ലായിടത്തോട്ടും കള്ളം വിനീഷ്, ഈ കള്ളം വിനീഷിൻ്റെ പരിപാടി ചെറുപ്പം തൊട്ടുള്ള പറയുകയാണെങ്കിൽ വലിയ ത്യാഗമായിരിക്കും. ഇപ്പം പിടിച്ച സമയത്ത്, ഈ വരുന്ന കാലത്ത് മാത്രം പറയാം, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. പരിയാരം സ്കൂളിൽ നിന്ന് പിടിച്ചതും എല്ലാം, പെണ്ണുമ്പിളെ കൊണ്ട് കളഞ്ഞതും, അലസിപ്പീര്, ഇതൊക്കെയാണ് പരിപാടി. പിന്നെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വലിയ വ്യഭിചാരം ഇവിടെ നടക്കുന്നത് തുരുത്തിക്കാട്ട്. എല്ലാവരുടെയും വ്യഭിചാരം എനിക്കറിയേണ്ട ആവശ്യമില്ല. ക്രിസ്ത്യാനികളും മറ്റുള്ളവരൊന്ന് ഓർക്കുക, ഈ തന്തയില്ലാത്തവന്മാർ എന്ത് പറഞ്ഞാലും ഇനിയെങ്കിലും ഒരു മനുഷ്യനോട് ചെയ്യല്ല. തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന ഈ പണി, എൻ്റെ തൊഴിൽ നഷ്ടപ്പെടുത്തി എന്നെ ഈ പരുവാക്കി. മറ്റുള്ളവർ ജീവിക്കണമെന്നുള്ള ചിന്താഗതിയുണ്ട്. അവർ മാത്രം ജീവിക്കുകയാണെങ്കിൽ വേറൊരു നാട്ടിലോട്ട് ഒരു വ്യഭിചാരശാല പണിത് കൊടുത്ത് വേറൊരു നാട്ടിലോട്ട് അങ്ങ് മൊത്തം അങ്ങ് ഈ വേശികളെല്ലാം കൂടെ കൂടി അങ്ങ് അവിടെ അങ്ങ് ജീവിക്കുക. അന്നേരം മറ്റുള്ളവർക്ക് ശല്യമില്ലല്ലോ. ആ ഏറിയയായിട്ട് വേശ്യാലയമായിട്ട് ഒരു ചുമലത്തെരുവ് പോലെ അങ്ങ് നിർത്താമല്ലോ. കീഴുവായ്പൂർ പോലീസുകാർക്കും സമാധാനമാകും, പത്തനംതിട്ട ജില്ലയിലുള്ളവർക്ക് സമാധാനമാകും.